ബീച്ചിലെ ഫ്രൈഡേക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ്. നല്ല മഴയായി ഇപ്പം. സ്പാനിഷ് മാർക്കറ്റ്. ക്ലീനായിട്ട് കട്ട് ചെയ്ത് ആ കാണുന്ന മെഷീനിൽ വെച്ച് ടൈറ്റ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് പീസസ് എടുക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പച്ചക്കറികളും കൂടി ഉണ്ട്. ചെസ്നട്ടാണ് സാധനം. ആ ചേട്ടൻ ഇത് കട്ട് ചെയ്ത് തന്നു. ഇങ്ങനെ നേരെ തിന്നാന്ന് പറഞ്ഞു. നമ്മുടെ കശുവണ്ടിപ്പരിപ്പൊക്കെ അല്ലേ പച്ചക്ക്, അത് കഴിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. €1. ഇന്നലെ രാത്രി ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് ഇതിൻ്റെ എന്തെങ്കിലും ഒരെണ്ണം ടേസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈ കൗണ്ടറിൽ ഇരിക്കാൻ പറഞ്ഞു. അവരത് വാം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ്. ട്രൈ ചെയ്ത് നോക്കാം. ഗ്രാൻഡ് കനാറിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ഗോഡ് ചീസ് ട്രൈ ചെയ്യണമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ ഇതാണ് ചീസിൻ്റെ, ഇത് സീ ഫുഡിൻ്റെ ഒരു സംഭവം, ഇത് സോസേജും. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗോഡ് ചീസായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നത്. അത്രയും കഴിച്ചതിന് 850 ആയിട്ടോ ആയത്. ഇനിയിപ്പോൾ നേരെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷായിട്ട് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരാഴ്ചത്തെ വെക്കേഷൻ ഉണ്ടായിരുന്നല്ലോ. ഒരാഴ്ചയും കൊണ്ട് കാണണമെന്ന് ആഗ്രഹമുള്ള 1-2 സ്ഥലങ്ങൾ പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് ഒരു മസാജ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബാക്ക് മസാജ് എടുത്തു. നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഉച്ച കഴിഞ്ഞ് നമ്മൾ ബീച്ചിലോട്ട് പോകാം. രാവിലെ കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വെള്ളത്തിലൂടെയൊക്കെ നടന്ന് തിരിച്ച് വന്ന് ഇനിയിപ്പം ഇവിടെ റൂഫ് ടോപ്പിൽ നമുക്ക് പൂളുണ്ട്. നമുക്ക് കംപ്ലീറ്റ് റിലാക്സിങ് ഡേ ആണ്. നല്ല നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. നമുക്കൊരു ഡ്രിങ്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബീച്ചിൽ പോയി മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എനിക്ക് പിള്ളേരുണ്ടല്ലോ കേട്ടോ കൂടുതൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ച് ലൈഫ് കുറച്ചുകൂടെ ഫണ്ണ് പിള്ളേരുണ്ടെങ്കിലാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെയിൽ കാഞ്ഞ് കിടക്കുന്നു, വേവ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ജസ്റ്റ് ഒന്ന് പോയായിരുന്നല്ലോ നമ്മൾ. അങ്ങനെ പിന്നെ ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം പറയട്ടെ. ഞാൻ വീട്ടിലോട്ടേക്ക് വിളിക്കുമ്പം അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്ത്, അതായത് ഇച്ചായൻ തന്നെയാണല്ലോ അവരെല്ലാവരെയും അടുപ്പിച്ച് ഇതുപോലെ ഇത്രയും രാവും പകലൊക്കെ നോക്കുവാണല്ലോ. പ്രത്യേകിച്ച് എസക്കുട്ടി ഭയങ്കര അറ്റാച്ച്ഡ് ആയ പോലെ എനിക്ക് തോന്നി. ഈ ഒരാഴ്ച നല്ല എക്സ്ക്ലൂസീവായിട്ട് എന്താ പറയുക, ഫുൾ ടൈം ഇച്ചായൻ്റെ കൂട്ടത്തിലാണല്ലോ ബേബി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ശരിക്കും കാണാനുണ്ട് കേട്ടോ. അവർ തമ്മിലുള്ള ഒരു ബോണ്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡേയിലുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവരെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അവരാണെങ്കിലും ഈ ഒരാഴ്ച നന്നായിട്ട് കോപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് 100% വിശ്വാസമുള്ള കൈകളിൽ മക്കളെ പൊന്നുപോലെ നോക്കുമെന്ന് ഉറപ്പുള്ളിടത്താണല്ലോ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോന്നേക്കുന്നത്. അപ്പം അമ്മമാർ റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏൽപ്പിക്കാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ നമുക്കതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ഒരു കുഞ്ഞൊരു ഹാപ്പിനെസ് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണ നല്ലൊരു കാര്യമായിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മസാജ് ചെയ്യുന്നത് ടോട്ടലി റിലാക്സിങ് ഡേ ആണ്. നാളെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഞായറാഴ്ച ശരിക്കും അവരെ കാണാൻ എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, കാണാനായിട്ട് കൊതിയായിട്ടും മേല സത്യം പറഞ്ഞാൽ. ഇച്ചാനെ മിസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സിംഗിളായിട്ട് വന്ന് ഒരു സെൽഫിഷ് എൻജോയ്മെൻറ്റ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇത് നമുക്ക് തന്നെ ഒരു കുറച്ച് ടൈം കൊടുക്കുന്ന പോലെ, നമ്മളെ തന്നെ കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ടൈം, അതായത് പീസ്ഫുള്ളായിട്ടൊരു കുറച്ച് ടൈം നമുക്ക് കിട്ടും. മോം ഗിൽറ്റ് അടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ അവരെ ഗിൽറ്റ് ഫീൽ അല്ല, അവരെ മിസ് ചെയ്യുന്ന ഒരു വിഷമം മാത്രമേ ഉള്ളൂ റിയാലിറ്റിയിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പോരാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു, വെച്ചാൽ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഓർത്തിട്ട്. പക്ഷേ സമ്മതിക്കണം, ഭയങ്കര തോട്ട്ഫുള്ളായിട്ടുള്ളൊരു ഗിഫ്റ്റായിപ്പോയി. എനിക്ക് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. പൂള് ബീച്ചൊക്കെ കാണുമ്പം പിള്ളേരെ നന്നായിട്ട് മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മണിക്കൂർ നമ്മൾ പൂളിലായിരുന്നു കേട്ടോ. റൂമിലോട്ടേക്ക് നമുക്ക് പോവാം. എന്നാണേലും എനിക്ക് ഇച്ചിരി വൈറ്റമിൻ ഡിയുടെ കുറവുണ്ട്. അപ്പോൾ റൂഫ് ടോപ്പിൽ കിടന്നിട്ട് ആവശ്യത്തിന് സൺലൈറ്റൊക്കെ കൊണ്ട് പയ്യെ ഉണങ്ങിക്കഴിയുമ്പോഴേക്കും താഴേക്ക് പോകും. റൂമിലെത്തി ഒരു നല്ല ഹെയർ വാഷൊക്കെ ചെയ്ത് കയറി കിടന്നതേ ഓർമ്മയുള്ളൂ. സൂപ്പറായിട്ട് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് ഇപ്പോൾ എഴുന്നേറ്റ്, ഇപ്പോൾ ഈവനിങ് ആയി. ചെറിയൊരു അങ്ങ് മഴയൊന്നുമില്ല കേട്ടോ, മഴ മാറി. ചെറിയൊരു ചാറ്റൽ മഴ രാവിലെ ഉണ്ടായിരുന്നു, ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ഇടവിട്ടുണ്ടായിരുന്നു. ഇപ്പം മഴയൊക്കെ മാറി, അത്യാവശ്യം നല്ലൊരു വെതറായിട്ടുണ്ട് പുറത്ത്. അപ്പോൾ വിചാരിച്ചു നമ്മൾ വന്ന ദിവസം പോയ ആ ഒരു ഫുഡ് കഴിക്കുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് ഇന്ന് പോകാം. അവിടെ കുറച്ച് നേരം ഇരിക്കാം.
എന്നിട്ട് ഇന്ന് ഡിന്നർ അവിടെ നിന്ന് കഴിക്കാം. ഇന്ന് ലാസ്റ്റ് നൈറ്റാണല്ലോ ഇവിടുത്തെ. അപ്പം ആ ഡിന്നർ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലതായിരുന്നു. ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതിരുന്ന ഡിഷ് എന്ന് പറയാനായിട്ട് ഷ്രിംസ്, ഇങ്ങനെ നമ്മുടെ പ്രോൺസ് ഉണ്ടല്ലോ, അത് ഓയിലിട്ട പോലെ എന്തോ ഒരു സ്പെഷ്യൽ ചട്ടിക്കകത്തുള്ള പോലത്തെ ഒരു സംഭവമുണ്ട്. അത് മാത്രമാണ് കിട്ടാത്തുള്ളൂ. നോക്കട്ടെ, ഇന്നത് കിട്ടുമെങ്കിൽ അത് കഴിക്കാം. അപ്പം ഡിന്നറൊക്കെ കഴിച്ച് നമുക്ക് തിരിച്ച് വന്ന് പാക്ക് ചെയ്ത് വെക്കണമല്ലോ. നാളെ പോവണ്ടേ. അങ്ങനെ കുറേ പേര് ചോദിച്ചായിരുന്നു, മോനെ ഓർക്കുമ്പോൾ മക്കൾ വിട്ടിട്ട് വരുന്നതിൽ വിഷമമില്ലേ, എങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയും എന്നൊക്കെ. പക്ഷേ മക്കളെ ആദ്യത്തെ ദിവസം നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്തോ ഭയങ്കര മിസ്സിങ്. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പിരിഞ്ഞു മാറി. ഞാൻ പറഞ്ഞല്ലോ, മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് അവരെ വീഡിയോ കോൾ വിളിച്ച് സംസാരിക്കുന്നു. പിന്നെ അവരുടെ ആ ഒരു ബോണ്ടിങ് ഒക്കെ നേരിട്ട്, അതായത് അവരവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട്, പിന്നെ പിള്ളേരാണെങ്കിലും, അതായത് ഇച്ചാനാണെങ്കിലും കൂടുതൽ പിള്ളേരെ ഫുൾ ടൈം പിള്ളേർക്ക് അവൈലബിൾ ആണ് ഇച്ചാൻ. അപ്പം അങ്ങനെ ആ ഒരാഴ്ച കിട്ടുന്നത് ഞാൻ കാണുന്നത് മക്കളുടെ ഒരു ഭാഗ്യമായിട്ടാണ്. അപ്പം എനിക്ക് എത്രത്തോളം അവകാശം മക്കളുടെ കാര്യത്തിലുണ്ടോ അതുപോലെ തന്നെ ഇച്ചാനും അവകാശമുണ്ടല്ലോ. അപ്പം അവരൊരുമിച്ച് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യട്ടെ. ഒരാഴ്ചത്തെ കേസല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ആരെങ്കിലും ചെല്ലുമല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ഗിൽറ്റ് സംഭവങ്ങളൊന്നുമില്ല. BB ക്രീം ചോദിച്ചത് ഇതാണ്, ഡെർമോസലിൻ്റെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മുടെ ഷെയ്ഡിനനുസരിച്ച് നമുക്ക് എടുക്കാം. യൂസ് ചെയ്തിട്ട് നല്ലൊരു ലൈറ്റ് വെയ്റ്റ് ഫീലും പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് ഫീൽ ചെയ്തൊരു നാച്ചുറൽ ലുക്ക് കിട്ടുന്ന സംഭവം എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഡെർമോസലിൻ്റെ BB ക്രീം കൊള്ളായിരുന്നു. റിസപ്ഷനിൽ പോയിട്ട് എയർപോർട്ടിലോട്ടുള്ള ബസ്സിൻ്റെ ടൈമിങ്സ് ഒക്കെ ചോദിക്കാമെന്ന് വിചാരിച്ചേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ടൈം പ്ലാൻ ചെയ്യാമല്ലോ. എന്തെങ്കിലും ഒരു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സംഭവം പിള്ളേർക്ക് എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിഷ്. അപ്പോൾ ഞാനത് നോക്കിയിട്ട് കട മിസ്സായിപ്പോയി. സ്ട്രീറ്റിലെത്തി കേട്ടോ. വെള്ളത്തിന് ഒത്തിരി തണുപ്പൊന്നുമില്ലായിരുന്നു രാവിലെ നോക്കിയപ്പോൾ. എത്ര നേരം ഇവിടെ വന്നിരുന്നാലും നമുക്ക് ബോറടിക്കില്ല കേട്ടോ. ഇങ്ങനെ ഓരോന്ന് ഓർത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സൈഡിൽ നമുക്ക് വന്നിരിക്കാൻ പറ്റും. രാവിലെ കണ്ട ബെഡൊക്കെ അവർ എടുത്തുകൊണ്ട് പോയേ. 5 മണി 6 മണിയാകുമ്പോഴേക്കും അവരതൊക്കെ എംപ്റ്റി ചെയ്യും. എന്നിട്ട് ബീച്ച് നല്ല ഫ്രീ ആക്കി ഇടും. പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഇതിലോടി കളിക്കാൻ പാകത്തിന്. ക്യാമറയിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഭംഗിയൊന്നും വരുന്നില്ല കേട്ടോ. അത്ര നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിള്ളേരെ ബീച്ചൊക്കെ കാണിച്ചു കൊടുത്ത് ഇവിടെ വീഡിയോ കോൾ ചെയ്തിരിക്കുകയായിരുന്നേ. ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക്. ഫുഡിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഡ്രിങ്ക്സും ആൽക്കഹോൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ഇവിടെ കിട്ടുന്നതുകൊണ്ട് അറമാദിക്കാൻ വന്നവരൊക്കെ ശരിക്കും നല്ല ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമുക്ക് 100% പരിചയമില്ലാത്ത നാട്ടിലോട്ടേക്ക് നമ്മൾ തനിച്ച് വരുമ്പോഴേക്കും ഓരോ മനുഷ്യരും ഡിഫറെൻ്റ് ആയി. അതായത് ഇവിടുത്തെ ലോക്കൽസൊക്കെ നല്ലതെന്ന് പറഞ്ഞാലും ടൂറിസ്റ്റുകൾ ഒത്തിരി ഉള്ള സ്ഥലമാണ്. ക്രൈം ഇല്ല എന്ന് പറഞ്ഞാലും നമുക്കറിയില്ലാത്തൊരു നാട്ടിലോട്ട് നമ്മൾ വരുമ്പം നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണമല്ലോ. അതായത് നമ്മളിങ്ങനെയും തന്നെ വരുമ്പം നല്ല വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന ഒരു സീനൊക്കെ ആരെങ്കിലും എടുത്തു തരാൻ, നമ്മുടെ കൂടെ ആരും ഇല്ല എടുത്തു തരാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നടന്ന് അങ്ങനെ എടുത്താലോ എന്ന്. പക്ഷെ ഫോൺ വെച്ചിട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുക്കേണ്ടി നടക്കണ നേരം കൊണ്ട് ആരെങ്കിലും ആ ഫോൺ അടിച്ചുകൊണ്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അഡ്രസ്സ് വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാവില്ല, പിന്നെ മെമ്മറി കാണില്ല. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് കിടക്കുമ്പോഴുണ്ടല്ലോ എനിക്കിങ്ങനെ ഫീൽ ചെയ്യണമില്ല. അതായത് ഞാനിങ്ങനെ ഒറ്റയ്ക്കാണെന്നുള്ള ഒരു സോളോ ട്രിപ്പാണെന്നുള്ളത് ചില സമയത്ത് മറന്നും പോകുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇങ്ങനെ വർത്തമാനം പറയുന്ന പോലെ വർത്തമാനം പറയുമ്പോൾ നമ്മളൊരു ഫ്രണ്ടിനോട് വർത്തമാനം പറഞ്ഞ് നടക്കുന്ന പോലെ തന്നെയാണ് നമ്മളൊക്കെ ഫീൽ ചെയ്യുന്നത്. ഒറ്റയ്ക്കാന്ന് തോന്നുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ധൈര്യമായിട്ട് തെങ്ങിൻ്റെ ചുവട്ടിലൂടെയൊക്കെ നടക്കാം കേട്ടോ. കാരണം തെങ്ങിലൊരു മച്ചിങ്ങ പോലും ഇല്ല. ഒന്നാമത് തനിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിലോടെ നടന്ന് വല്ല മച്ചിങ്ങ എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടിയായിരുന്നു. ഞാൻ പേടിയുടെ ആവശ്യമില്ല, കാരണം തെങ്ങിൻ്റെ മണ്ടയിലൊന്നുമില്ല. ഞാൻ മൈൻഡ് മാറ്റി. കാരണം ഓൾറെഡി നമ്മൾ അവിടെ നിന്ന് ഡിന്നർ കഴിച്ചതാണ്. അപ്പോൾ വിചാരിച്ചു വേറൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് വേറെ എന്തെങ്കിലും ഒരു സാധനം ട്രൈ ചെയ്യാമെന്ന്. പരീക്ഷണമാണല്ലോ ഈ യാത്രകളിൽ. ഈ സംഭവമാണ് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതാ. ഡിന്നർ കഴിക്കാൻ ഇരിക്കുക കേട്ടോ. ഇവിടെ വലിയ ലൗഡായിട്ട് പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്കതുകൊണ്ട് അറിയത്തില്ല സൗണ്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ പറഞ്ഞ ആ സംഭവം, അതായത് ഗാർലിക് ഷ്രിംസ് ഇൻ ദ ഓയിൽ അങ്ങനെ എന്തോ സാധനമാണ്. അതായത് പ്രോൺസ് ഓയിലിട്ടിട്ട് സോസിനാക്കി അകത്താക്കി കൊണ്ടുവരുന്ന പോലത്തെ എന്തോ സംഭവം. പിന്നെ അതിൻ്റെ അടുത്ത് ബ്രെഡുണ്ട്, പിന്നെ റോസ വൈനും ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.
ആൽക്കോൾ ഫ്രീ ആയിട്ടുള്ള വൈനൊക്കെ കിട്ടും കേട്ടോ. ഇതാണ് ആ സംഭവം. പിന്നെ ബ്രെഡും. ഗാർലിക് ബ്രെഡ് കേട്ടോ. കണ്ടിട്ട് നല്ല നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. നല്ല ചീസി കേട്ടോ. അടിപൊളി. സോസിൽ കുറച്ച് മുട്ടിട്ട് നോക്കാം. സൂപ്പറായിട്ടുണ്ട്. സ്പാനിഷുകാരുടെ സ്പെഷ്യൽ സംഭവമാണ്. ഗാർലിക് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ അകത്ത്. ഇതുണ്ടോ, ഉണക്ക കാന്താരിമുളകാണ് കിടക്കുന്നത്. പിന്നെ കുറച്ച് ഹെർബ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് നേരെ റൂമിലോട്ട് പോകാം, എന്നിട്ട് പാക്ക് ചെയ്യാം. നേച്ചർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക്, യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു. വരിക ഗൈസ്, അടിച്ചു പൊളിക്കുക ജീവിതം. ലൈവ് മ്യൂസിക്കൊക്കെ കേട്ടുകൊണ്ടിരിക്കാം. നല്ല അടിപൊളിയായിട്ട് വായിക്കുന്നുണ്ട് അയാൾ. പോകാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവിടെ മ്യൂസിക് കേട്ട് കഴിയുമ്പോൾ പിന്നെ ഇവിടെ ഇരിക്കാൻ തോന്നുക. ഇവിടെ ബീച്ച് സൈഡിലുള്ളൊരു സോനിയർ ഷോപ്പിൽ കയറിയതാണ്. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. ഡിസൈൻസൊക്കെ ആണെങ്കിലും നല്ല ഭയങ്കര കളർഫുള്ളായിട്ട്. ഷോ, അറ്റ്ലീസ്റ്റ് ഒരു വിൻഡോ ഷോപ്പിംഗ് എങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞില്ലെങ്കിൽ, ചെയ്തില്ലെങ്കിൽ അയ്യോ എന്ത് രസമാണെന്ന് നോക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലത്തെ തന്നെ. പക്ഷേ ഈ സാധനമൊക്കെ നമ്മൾ മേടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ എന്തിട്ട് കഴിക്കുമോ? ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഷോക്കേസിൽ വെക്കത്തേ ഉള്ളൂ. കോൺഫ്ലേക്സ് ഒക്കെ ഇട്ട് കഴിക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ അകത്ത്. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും കാണുന്ന കേട്ടോ ഈ പല്ലികളെ. നല്ല ക്യൂട്ട് പല്ലികൾ. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം തവിയൊക്കെ ഇങ്ങനെ ചാറ് താഴെയാകാതെ വെക്കുന്നൊരു ഹോൾഡർ പോലത്തെ സംഭവമാണിത്. ഇത് കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ തെറ്റാലികളാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇച്ചാനിപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ട് ചോദിച്ചു, ഒരു തെറ്റാലി വാങ്ങിക്കൊണ്ട് വരട്ടെ എന്ന്. പിള്ളേരെ എടുത്ത് വലിച്ചെറിഞ്ഞ് കല്ല് വെച്ച് തെറ്റിച്ച് ചില്ല് പൊട്ടിച്ച് കളഞ്ഞ് വീടൊക്കെ പൊട്ടിക്കണ അവസ്ഥ ഓർത്ത് വെക്കാൻ. കണ്ണി കാണാൻ എല്ലാം വെച്ച് തെറ്റിച്ച് പൊട്ടിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്നെ ചെയ്യുന്നത് കൊണ്ട് എടുക്കണ്ടാന്ന്. എന്ത് രസമല്ലേ ഇതിൻ്റെ കളേഴ്സ് കാണാൻ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. അതുപോലെ തന്നെ കേട്ടോ പ്രൈസും 46 യൂറോയൊക്കെയാണ്. അയ്യോ, ഇതാ മറ്റേ സാധനമല്ലേ, എറിഞ്ഞു കഴിഞ്ഞാൽ കറങ്ങി നമ്മുടെ അടുത്തേക്ക് വരുന്ന ബൂമറാങ്. നമ്മുടെ ചിരട്ട പെയിൻ്റ് അടിച്ച് വെച്ചേക്കണുണ്ടോ. 8 യൂറോ 50 സെൻറ്റാണേ. ഞാനിങ്ങനെ തപ്പി നടക്കുവാണ്. ഇനി ഞാൻ വീട്ടിൽ പോയില്ലാന്ന് തോന്നുന്നു, റൂമിൽ പോകാറായില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ചുമ്മാ തപ്പി നടക്കുവാണ്. കാരണം നല്ല രസമുണ്ട് എല്ലായിടും ഇങ്ങനെ കാണാനായിട്ട്. എപ്പോഴും ഭയങ്കര രസം കേട്ടോ. എന്തേലും നല്ല സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല മണം വരുന്നുണ്ട്. സോപ്പിൻ്റെ ഇവിടുത്തെ ലോക്കൽ പ്രൊഡക്ട്സ് ആണ്. 5 യൂറോയൊക്കെ. നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എല്ലാം മേടിക്കാനൊക്കെ തോന്നും. പക്ഷെ തന്നെ ഉള്ളത് കൊണ്ടും ഇപ്പോൾ ഓൾറെഡി നമ്മൾ മേടിച്ചത് ഇങ്ങോട്ട് വന്നതിനേക്കാളും കുറച്ചുകൂടെ ഹെവിയർ ആയിട്ടുണ്ട് ബാഗ്. അങ്ങനെയുള്ളത് കൊണ്ടും നമ്മൾ എന്താ ചെയ്യുക, നേരെ വിട്ടു പോവുകയാണ്. എല്ലാം നമുക്ക് പരിചയമുള്ള സംഭവങ്ങളൊക്കെ തന്നെ. ചുറോസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. എനിക്ക് ഈ ചേച്ചിയുടെ കയ്യെ പിടിച്ചൊരു ഫോട്ടോ എടുക്കണം. എടുത്തു തരാൻ ചോദിക്കാൻ പറ്റിയ ആരെയും കാണുന്നില്ല. ഫോട്ടോ എടുത്തു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, സെക്യൂട്ടറി ഞാൻ കുറേ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സാധനം വാങ്ങണമെന്ന്. തപ്പിയും മടുത്തു. ഇപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് പറയട്ടെ, അത് ചിലപ്പോൾ സേഫ് ആയിരിക്കില്ല അവന് കൊടുക്കാൻ. അതുകൊണ്ടായിരിക്കും അതെനിക്ക് കിട്ടാത്തത്. അപ്പോൾ സാരമില്ല. ഈ ചുമ്മാ കറങ്ങി വന്നത് ഇപ്പം പിന്നെയും സാന്റാ കാറ്റലീന ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലെത്തി. നമ്മുടെ എന്താ പറയുക, ഹോട്ടലിൽ നിന്ന് ഒരു 400 മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ കറങ്ങി ഒരു 1.5 കിലോമീറ്ററോളം എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ ടൗൺ കാണാനായിട്ട്. ഒരാവശ്യമില്ലായിരുന്നു, ഇട്ടടിച്ച് റൂമിൽ പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ വേണ്ടേ മഴ പെയ്യാൻ തുടങ്ങി.
അയ്യോ നല്ല മഴ കേട്ടോ, ഫുള്ള് നനയുക. എത്താറായി. ഈ മാർക്കറ്റിൻ്റെ അപ്പുറയാണ് നമ്മുടെ സ്ഥലം. എന്തെങ്കിലും സ്വീറ്റ്സ് വാങ്ങിയിട്ട് പോവാം. കണ്ടിട്ട് നല്ല രസമുള്ള സ്വീറ്റ്സൊക്കെ ഉണ്ട്. ഹലോ, യെസ്. ഒരുപാട് വെറൈറ്റി ഉണ്ട്. വീക്കെൻഡ് ആകുമ്പോൾ ഇവർ ഒത്തിരി കൊണ്ടുവയ്ക്കുന്നതാണ്. ഇതിലേതാ എടുക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ, അതുപോലെ ഇഷ്ടം പോലെയുണ്ട്. ചോക്ലേറ്റിൻ്റെ അതൊരെണ്ണം കൺഫേം. യെസ്, ഓൾറെഡി ചോക്ലേറ്റിൻ്റെ ചീസ് കേക്ക് വെച്ച് വയറിളകിയതായിരുന്നു. പക്ഷേ നല്ലൊന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. യെസ്, 1 പാക്കറ്റ് അവിടെ 9 യൂറോയായേ. ഭാഷ അറിയില്ലെങ്കിൽ ഞങ്ങൾ വേണ്ട ഡീലിങ്സ് റെഡിയാക്കിയിട്ടുണ്ടോ. താങ്ക് യു, ബൈ. സോ നമുക്ക് പിന്നെ റൂമിലോട്ട് കുറച്ച് ബേക്കറി വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് ഇങ്ങനെ ഓരോരോ സ്ട്രീറ്റിലൂടെ ഈവനിങ്ങിലും ഡേ ടൈമിലൊക്കെ നമ്മൾ നടന്നു തന്നെയായിരുന്നല്ലോ പോകുന്നത്. അപ്പോൾ ആളുകൾ കാണുന്നു. ഇതിപ്പോൾ നമ്മൾ ഒരു ഷോർട്ട് കട്ട് എടുത്തതാണ് കേട്ടോ. ഇതേ കാണുന്നതാണ് നമ്മുടെ ആ ലൈറ്റ് കാണുന്നിടത്താണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ അതുകൊണ്ട് ഈ വഴിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അപ്പം ആളുകൾ സഹായിക്കാനല്ലാണ്ട് നമ്മളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ടീസ് ചെയ്യാനോ ഒരു വിധത്തിലുള്ളൊരു ഡിസ്റ്റർബൻസും ഉണ്ടായില്ല എന്നുള്ളതാണ്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കൾച്ചർ സമ്മതിക്കണം. യൂറോപ്യൻസിൻ്റെ അങ്ങനത്തെ കൾച്ചറെ ശരിക്കും സമ്മതിക്കേണ്ട കാര്യം തന്നെ കേട്ടോ. മറ്റുള്ളവരെ അൺനെസസറി ആയിട്ട് ഡിസ്റ്റർബ് ചെയ്യുകയോ ടീസ് ചെയ്യുകയോ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. അയ്യോ, അങ്ങനെ റൂം എത്തി. ഇനി നമുക്ക് പാക്കിംഗ് തുടങ്ങാം. അത്യാവശ്യം എല്ലാം എടുത്ത് ഇപ്പോൾ വലിച്ചു വരിയിട്ടിട്ടായിരുന്നു പോയത്. അത്യാവശ്യം എല്ലാം എടുത്ത് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് വേണം കിടന്നുറങ്ങാനായിട്ടിന്ന്. ഞാൻ AC ഓഫ് ചെയ്ത് വെച്ചു. കാരണം സ്വിംസ്യൂട്ട് അല്ലെങ്കിൽ നാളത്തേക്ക് ഉണങ്ങൂല. അതുകൊണ്ട് ചൂടാകുമ്പോൾ രാത്രിയിൽ എന്തെങ്കിലും ഉണങ്ങിക്കോളൂല്ലോ. പിന്നെ ബേക്കറി മേടിക്കാൻ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോൾ നാളെ ഇൻ കേസ് നമ്മൾ ലേറ്റ് ആവുമോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ടൈം തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് എടുത്ത് കഴിച്ചിട്ട് നമുക്ക് പോകാമല്ലോ. അങ്ങനെ വിചാരിച്ചേട്ടോ മേടിച്ച് വെച്ചത്. വീട്ടിൽ വിളിച്ച് വീഡിയോ കോളും ചെയ്ത് പിന്നെ പമ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ടൈമായി. നല്ല ക്ഷീണം, നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ പാക്ക് ചെയ്തില്ല. ഇനിയിപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് അടച്ചിട്ട് നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് 2 മണിക്കാണ് നമ്മൾ എയർപോർട്ടിൽ ചെല്ലേണ്ടത്. 1 മണിയാകുമ്പോൾ എയർപോർട്ടിൽ ചെല്ലണം. ഇവിടുന്ന് ഒരു 45 മിനിറ്റ് ഉണ്ട് എയർപോർട്ടിലോട്ട്. അപ്പം ഇപ്പോൾ 9:30 പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ പോവാട്ടോ. അപ്പോൾ പ്ലാൻ പിന്നെയും ചേഞ്ച് ചെയ്തു. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച് എയർപോർട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാം. കുറച്ച് നേരത്തെ ചെന്നാൽ എയർപോർട്ടിൽ നമുക്ക് വെയിറ്റ് ചെയ്യാമല്ലോ. ആദ്യം റിസപ്ഷനിൽ പോയിട്ട് കീ ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. എന്നിട്ട് അവിടെ നമ്മൾ എയർപോർട്ടിലോട്ട് പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗിനകത്ത് സ്ഥലമില്ലായിരുന്നു. നല്ലതായിട്ട് പ്രസ് ചെയ്ത് കയറ്റി വെക്കുമായിരുന്നു. അപ്പോൾ ഒറ്റ ബാഗേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹെയർ ട്രിമ്മർ അതിൻ്റെ കവർ പൊട്ടിച്ച് ട്രിമ്മർ മാത്രമായിട്ട് കയ്യിലെടുത്തു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഒരാഴ്ചത്തെ താമസത്തിന് ശേഷം ഇവിടുന്ന് വിട പറയുകയാണ്. ബാഗിനകത്തുനിന്നൊരു 2-3 ലെയർ ഡ്രസ്സൊക്കെ എടുത്തിട്ടായിരുന്നു. അപ്പോൾ വെയിറ്റും കുറഞ്ഞിരുന്നേനെ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് തണുപ്പിനെ സർവൈവ് ചെയ്യാൻ പറ്റിയത്. ഹോട്ടലിൽ കൊണ്ടുപോയി നമ്മൾ കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മൾ പാർക്കിലോട്ട് പോവുകയാണ്. പാർക്കെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ബിബ്ലിയോടെക് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഭാഷയിലും ലൈബ്രറിക്ക് അങ്ങനെ തന്നെ പറയുന്നതെന്ന് തോന്നുന്നു. ജാക്കറ്റ് ഇട്ടില്ല, ചൂട് കൂടുതലുള്ളതുകൊണ്ട്. പക്ഷെ ഇതെല്ലാം തൂക്കി പിടിച്ച് നടക്കാനും ഇച്ചിരി പാടാണ്. ഇതിലെ കണക്കും പ്രകാരം 10:15 ബസ്സുണ്ട്. പ്ലാറ്റ്ഫോം 20 ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. 10:15 ബസ്സും ഇപ്പോൾ 10:10 5 മിനിറ്റ് കൂടി ഉണ്ട്. ക്രിസ്മസ് മാർക്കറ്റ് റെഡിയാക്കുന്നതാട്ടോ അത്. നല്ല റെഡ് കാർപ്പറ്റൊക്കെ വിരിച്ച്. ഇതിൽ പക്ഷേ മഴ പെയ്ത് മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് നടക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ട്. ക്രിസ്മസ് ഇവിടെ അടിപൊളിയായിരിക്കും. അയ്യോ, നമ്മൾ കറക്റ്റ് എത്തിയിട്ടോ. അതേ കിടക്കുന്നതാണ് 60 കറക്റ്റ്. ഇപ്പം തന്നെ പോകുന്നു തോന്നുന്നു. ഓ മൈ ഗോഡ്. ഓടണ്ടായിരുന്നു, ലോങ് ക്യൂവാ. ഈ കണ്ട ആൾക്കാരെല്ലാവരും എയർപോർട്ടിലോട്ട് പോകാനുള്ള. നിറച്ച് വെള്ളമാണ്. ഇന്നലെ പെയ്ത മഴയുടെയാണ്. ഈ ബസ്സിൻ്റെ പ്രത്യേകത ഇത് ഡയറക്റ്റ് എയർപോർട്ടിലോട്ട് പോകുന്നതാണ്. ഇവിടുത്തെ തൊട്ടടുത്ത്, അതായത് 1.5 കിലോമീറ്റർ ദൂരെയായിരുന്നു നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ബ്ലൂ ബസ്സാണ് ലോങ് ട്രിപ്പൊക്കെ പിടിക്കുന്നത്.
2.95 എയർപോർട്ടിനായത്. അയ്യോ, ഇനി ബാക്കി ചേട്ടൻ ബാലൻസ് തരുമോ? ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, പമ്പ് വെള്ളം, ഇന്നലെ മേടിച്ച ബേക്കറി സാധനം, പക്ഷേ ഞാൻ കഴിച്ചില്ല. വയറിനൊരു സുഖം തോന്നുന്നില്ല. നമ്മളിപ്പോഴും മറന്നു പോണ കാര്യമാണ്, തിരക്ക് പിടിച്ച് വണ്ടി കിട്ടാനും ഓടിപ്പാഞ്ഞൊക്കെ നടക്കുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ മറന്നു പോകും. പക്ഷേ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കണം എന്നുള്ളത്. കറക്റ്റ് 10:15 ഇപ്പോൾ ബസ് ഇറങ്ങിയിട്ടോ. അവിടെ ഒരാൾ എയർപോർട്ടിലോട്ട് പോകാനായിട്ട് ഓടി വന്നതാണ്. ജസ്റ്റ് ഇവിടെ നിങ്ങൾ ബാക്ക് എടുത്തതേ ഉള്ളൂ, പക്ഷേ ഡ്രൈവർ നിർത്തിയില്ല. 10:15 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10:15. കാരണം എല്ലാവരും ഷെഡ്യൂൾ ചെയ്ത് പോകുന്നതാണല്ലോ. ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും പേരുടെ ടൈം മിസ്സാക്കാൻ ഡ്രൈവർ റെഡി ആയില്ല. അതായത് 1 സെക്കൻഡ് ടൈം എടുക്കത്തുള്ളൂ, പക്ഷെ അതുപോലും അവർ വിട്ടുവീഴ്ച ചെയ്തില്ല കേട്ടോ. ഇവർ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ പക്കയാണ്. ഇങ്ങനെ ലാസ് പാൽമാസിനോട് നമ്മൾ ടാറ്റ പറയുകയാണ്. കറക്റ്റ് ടൈമിൽ കയറിയിട്ടും 5 മിനിറ്റ് ലേറ്റ് ആയിട്ടോ, 19 ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അങ്ങനെ സ്ഥലം കഴിഞ്ഞു പോയോ എന്ന് പേടിച്ച്. ഫസ്റ്റ് ഡേ ബസ് കയറിയ സെയിം സ്ഥലത്ത് തന്നെ എത്തി. അങ്ങനെ സെയിം സ്ഥലത്ത് തന്നെ എത്തി. അവിടെയാണ് എയർപോർട്ട്. നമ്മളിപ്പോൾ എയർപോർട്ടിലോട്ട് പോകാൻ പോവാം. അപ്പം ഒരാഴ്ച അടിപൊളിയായിരുന്നു, ഒരാഴ്ച ധാരാളം സോളോ ട്രിപ്പിനൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ പിള്ളേരെ മിസ് ചെയ്യുമല്ലോ, ചേട്ടനെ മിസ് ചെയ്യുമല്ലോ. ഒന്നും അധികം വെയിറ്റ് ഇല്ലായിരുന്നു. അപ്പം അങ്ങോട്ട് ഒത്തിരി ഇല്ല, പക്ഷെ എന്നാലും ഇച്ചിരി കൊണ്ടുവന്നതിൽ നിന്നൊന്നും കുറഞ്ഞിട്ടുമില്ല. എന്താണ് ഭയങ്കര ഷോൾഡറിന് ഇട്ട് കഴിയുമ്പോഴേക്കും കുറേ ഇങ്ങനെ തൂക്കിയിട്ട് കഴിയുമ്പം ശീലമല്ലോ തന്നെ ചുമന്ന്. ഇതിലായാലും കിട്ടുകയുണ്ടായിരുന്നല്ലോ ചുമക്കാൻ കൂടെ. 11 മണിയായി കേട്ടോ. പക്ഷേ 2:20 വരെയുള്ള ഫ്ലൈറ്റിൻ്റെ ലിസ്റ്റാണ് വന്നിട്ടുള്ളൂ. നമുക്ക് 2:45 നമുക്ക്. അപ്പം ഇഷ്ടംപോലെ സമയമുണ്ട് ഇതിലെ തേരാ പര അടക്കാൻ. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. എന്നൊക്കെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈബർ കൂടിയ സാധനമൊക്കെ കഴിക്കാതിരിക്കും നല്ലത്. പിന്നെ കോള, ചായ അതൊന്നും കൊള്ളത്തില്ല. ഞാൻ വിചാരിക്കണ തൈരിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സംഭവം കഴിക്കാമെന്ന് ഓർത്തു. ഒന്നും കഴിച്ചില്ലെങ്കിലും കൊള്ളില്ല. അവരുടെ അടുത്ത് നാച്ചുറൽ യോഗർട്ട് ഇല്ല കേട്ടോ. അവസാനം പിന്നെ ഒരു ബ്രെഡ് എടുത്തു, അത് ടോസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിക്കാം നമുക്ക്. 725 ആട്ടോ എമൗണ്ട് പറഞ്ഞ്. നമ്മൾ വിചാരിച്ചത് ഫിൻലൻഡിലാണ് ഏറ്റവും എക്സ്പെൻസീവ് എന്നാണ്. ഇത്രയുള്ള ഒരു കുഞ്ഞ് യോഗർട്ടിന് ഇവിടെ €2. അത് കുറച്ച് കൂടുതലാട്ടോ ഇവിടെ. എയർപോർട്ടിനകത്തായതുകൊണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഇനി ഇവിടെ വെയിറ്റ് ചെയ്യണം. കാരണം നമ്മുടെ ഗേറ്റ് ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞു. നോർവേക്കുള്ളത് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളൂ. ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്കൂടെ ഉള്ളിലോട്ടാണ് ഇവിടുന്ന് കാണുന്നത്. ഇത് എടുത്തിട്ട് തിരിച്ചിറങ്ങി വരുമോ ഇത്. നമ്മൾ ആദ്യം കോഫി പിടിച്ച സ്ഥലമല്ല അതിലെ. എന്നിട്ട് ഇനി ഗേറ്റിലോട്ട് ഇതിൽ പോവാണ്. പൊതുവെ വിലക്കുറവൊന്നും തോന്നുന്നില്ല കേട്ടോ. എല്ലാം നല്ല വിലയായിട്ട് തന്നെയാണ് തോന്നിയത്. ഇൻഡിറ്റിൻ്റെ 2 ചെറിയ ചോക്ലേറ്റിന് €25. ദുബായ് ചോക്ലേറ്റ് മോഡലിന്. നല്ലതായിട്ട് വേർത്തു. ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഗേറ്റ് ഏതാണെന്ന് ഇതുവരെ കാണാറായിട്ടില്ല. അപ്പോൾ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഗേറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോകും. ഈ 10:45 കഴിഞ്ഞപ്പോൾ എയർപോർട്ടിലെത്തിയതാണ്. ഇപ്പം 1:15. പിന്നെ തന്നെ ആയതുകൊണ്ട് വേറെ എക്സ്ട്രാ നമ്മുടെ എനർജി ഒന്നും ഡ്രെയിൻ ആകുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ കാര്യം തന്നെ നോക്കി വരുവാണല്ലോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഗിനകത്ത് ഞാൻ ഇതൊക്കെ തള്ളിക്കയറ്റി വെക്കണം. ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ ടോയ്ലറ്റ് കയറുമ്പം നമ്മുടെ ലഗേജ് പിടിക്കാൻ ഒരാളുണ്ട്. ഇതിപ്പോൾ നമ്മൾ ലഗേജും തള്ളിക്കൊണ്ട് വേസയിൽ പോകണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫീഡിങ് റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ വിചാരിച്ചു അവിടെ പമ്പ് ചെയ്യാമെന്ന്. ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹെൽസിങ്കി ഒറ്റ ഫ്ലൈറ്റ് ആട്ടോ, മാറി കയറേണ്ട ആവശ്യമില്ല. എന്നിട്ട് നൈറ്റ് നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് 7 o'clock നമുക്ക് ട്രെയിൻ ഹെൽസിങ്കിയിൽ നിന്ന് വാസയ്ക്ക്. നമ്മുടെ ടിക്കറ്റിൽ ഒരു ബാഗ് മാത്രമായിരുന്നു അലൗഡ് ആയിട്ടുള്ളൂ. പക്ഷേ നമ്മളിവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ചെയ്യുന്ന ഒരെണ്ണം മേടിച്ചുകൊണ്ട് ആ കൂടുണ്ട്, ഈ കൂടുണ്ട്, ഒരു സൈഡ് ബാഗും ഉണ്ട്, ഇത്രയുണ്ട്. പക്ഷെ അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇടിച്ചെല്ലാം കൊതിയായിട്ടൊന്നുമല്ല. കുഞ്ഞി പിള്ളേരെ മക്കളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്തപ്പോൾ അതാണ്ട് കറണ്ടൊക്കെ പോയിട്ടുണ്ട്. കറണ്ട് പോയേക്കോട്ടോ, ഫുൾ ഇരുട്ടാണ്, ഡാർക്കായിട്ട്. കറണ്ട് വന്നു. ഒരു ടെൻഷൻ. സീറ്റിന് വലിപ്പം കൂടുതലായതുകൊണ്ട് അതിന് മുകളിലോട്ടേക്ക് ഒരെണ്ണം വെച്ചു. ഇത് സീറ്റിന് താഴെ വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ജാക്കറ്റും കയ്യിൽ, ചിലപ്പോൾ നമുക്ക് തണുക്കുമല്ലോ. പിന്നെ സ്പെയിനിൽ നിന്ന് നമ്മൾ പോവുകയാണ്. അവരവിടുന്ന് വീഡിയോ ഒക്കെ അയച്ച് തന്ന് ഞാൻ വരാൻ വേണ്ടി അവർ കാത്തിരിക്കുക. ഫുള്ള് സ്നോയാണ്, നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവിടെ. ഇവിടെ നല്ല ചൂടെന്ന് പറഞ്ഞാൽ നല്ല ചൂട്. ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് ഫില്ലാട്ടോ. ബെല്ല് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇനി ഒരൊറ്റ ഉറക്കം. ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഹെൽസിങ്കിയിൽ. ഒരു
ചായ എടുത്തു, പിന്നെ ഒരു ഫാൻഡ എടുത്തു, നട്ട്സ് എടുത്തു. നമ്മുടെ ഫ്ലൈറ്റിനകത്ത് കുറേ കുഞ്ഞു പിള്ളേരും പാരൻസും ഉണ്ട് കേട്ടോ. അതിൽ ഇപ്പം കണ്ടൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞു പിള്ളേരെയും അവരുടെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ കൊണ്ടുവന്ന് അവരുടെ അപ്പന്മാരാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള കാഴ്ചയാണ് അതൊക്കെ. ഫസ്റ്റ് 8:30 കഴിഞ്ഞു. നമ്മൾ 11 മണിയാകുമ്പോഴേ ഹെൽസിങ്കി ചെല്ലത്തുള്ളൂ. വിശക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു പാസ്ത വാങ്ങിച്ച് കഴിക്കാം. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അവർ. നമ്മൾ ഹോട്ട് നൂഡിൽസ് ചെയ്യുന്ന പോലെ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നത് കണ്ടിട്ടതൊരു വമ്പൻ ഫ്ലോപ്പാന്ന് തോന്നുന്നു. കഷ്ടമായിപ്പോയി. ഒട്ടും വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നോട്ട് ബാഡ്. നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകട്ടോ. ലാൻഡ് ചെയ്തതിൻ്റെ സന്തോഷമായിട്ടൊക്കെ കേട്ടെ. ഫിൻലൻഡിൽ മാത്രം കാണുന്നൊരു കാര്യമാണത്. അത്രയും ഹാപ്പി ആയിട്ട് എല്ലാവരും ലാൻഡ് ചെയ്യുന്നത്. കംപ്ലീറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴാട്ടോ എല്ലാവരും ബെൽറ്റൊക്കെ കഴിക്കുന്നത്. ഇറങ്ങി നമ്മൾ നേരെ പോർട്ടിലോട്ട് പോവാട്ടോ. ഇന്ന് നൈറ്റ് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ChatGPT പറഞ്ഞു ഇവിടെ കിടക്കണ്ട, ഗേറ്റ് 40 അടുത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ചാർജിങ് പോയിൻറ്റും ഒക്കെ ആയിട്ട് ഇച്ചിരി കൂടെ കാമർ പ്ലേസ് ഉണ്ടെന്ന്, ഡിം ലൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ കിടന്നുറങ്ങുവാണെങ്കിൽ നല്ലതാണെന്നാണ് സജഷൻ. പോയി നോക്കാം. അന്ന് അങ്ങോട്ട് പോയപ്പം കണ്ട സെക്കൻഡ് ഹാൻഡ് ഷോപ്പാണ് കാണുന്നത്. ക്ലോസ് ചെയ്തേക്കുക. ഫിൻലൻഡിൻ്റെ സ്വന്തം ഡിസൈൻ ബ്രാൻഡാട്ടോ മാരിമെക്കോ എന്ന് പറയുന്നത്. മാരിമെക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിന്നിഷുകാർക്ക് ഭയങ്കര അവരുടെ കുടുംബത്തിലെ കുടുംബ സ്വത്ത് പോലെയാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവരുടെ സ്വന്തം ഡിസൈനത്. അങ്ങനെ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഇവിടെ നമുക്ക് വിറകയക്കാം. ജാക്കറ്റൊക്കെ മടക്കി അടിയിൽ വെച്ചിട്ടുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും അലാറം വെച്ചിട്ടുണ്ട്. നേരെ എഴുന്നിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടണം. പിന്നെ ഇവിടെ ആരും ഒന്നും എടുത്തുകൊണ്ട് പോകില്ലെന്നാണ് വിശ്വാസം. തിരക്കൊന്നുമില്ല. പിന്നെ അങ്ങനെ കള്ളന്മാരില്ലാത്ത നാടായിരുന്നു ഇതുവരെ. അറിയത്തില്ല ഇനി എങ്ങനെ ഇരിക്കുന്നത്. പമ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മിൽക്ക് എന്താ ചെയ്യണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ആക്ച്വലി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളത് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ യൂറോപ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ മിൽക്ക് ഉണ്ടെങ്കിൽ അത് ബേബീനെ കുളിപ്പിക്കാനെടുക്കും. നമുക്ക് തന്നെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാനും അങ്ങനെയൊക്കെ എടുക്കും. ബ്യൂട്ടി സ്കിന്നിന് ഒത്തിരി നല്ലതാണെന്നൊക്കെ പറയും. ഞാനങ്ങനെയൊന്നും ചെയ്യാറില്ല, ഡിസ്കാർഡ് ചെയ്യും. ഇത്ര 1:30 കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെയും എന്തെങ്കിലും കഴിക്കാൻ. നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിശപ്പുള്ളതുപോലെ. അപ്പം ഒരു ഹോട്ട് ചോക്ലേറ്റും ചിക്കൻ സാൻഡ്വിച്ചും വാങ്ങി. 4:30 ഇവിടെയാണെങ്കിൽ സൗണ്ടൊക്കെ ആക്കാൻ തുടങ്ങി. ഞാൻ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുക. ഭയങ്കര തണുപ്പും പുതപ്പൊന്നുമില്ല. ആദ്യമേ ഇവിടെ ആരുമില്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നിറച്ച ആൾക്കാരൊക്കെ ആകാൻ തുടങ്ങി. ഇതിൻ്റെ ഷാമ്പും കണ്ടീഷണർ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഈ കളറിലുള്ളത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതും യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മുടി കൊഴിച്ചിലൊക്കെ ഒത്തിരി കുറവുണ്ടായിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു സംഭവം കേട്ടോ. നല്ല നല്ല അടിപൊളി ഷാമ്പുവും കണ്ടീഷണറുമാണ്. ഇതിൻ്റെ പല കളേഴ്സുണ്ട്. അതിൽ ഇതാണ് മോയ്സ്ചർ ഫോമുലയാണ് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതിന് ഫുള്ള് ക്രിസ്മസ് വൈബാണ്. ഫിൻലൻഡിലെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് തപ്പി നടന്നൊരു സംഭവമായിരുന്നു. വേണ്ടേ ഈ ബുക്ക്. അങ്ങനെ എയർപോർട്ടിൽ വന്നപ്പോൾ എനിക്ക് എയർപോർട്ടിൽ നിന്ന് കിട്ടിയ ബുക്ക്. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അത്? നമുക്ക് 7:22 ഇവിടെ നിന്നുള്ള ട്രെയിൻ. പക്ഷേ തിക്കൂറിലേന്നാണ് മെയിൻ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ തൊട്ടുള്ള ഏത് ട്രെയിനിൽ വേണമെങ്കിലും നമുക്ക് കയറാം. നേരെ തിക്കൂറിലേക്ക് നമ്മൾ പോവുകയാണ്. ഇതെല്ലാം തൂക്കിപ്പിടിച്ച് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. എയർപോർട്ടിലെ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇങ്ങനെ എപ്പടി വിശക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചൊരു യോഗർട്ട് കഴിക്കാറുണ്ട്. ബ്ലൂബെറി വനില കേട്ടോ എൻ്റെ ടേസ്റ്റ്. ഗ്രീക്ക് യോഗർട്ടാണ്. അപ്പോൾ നമ്മൾ വാസയ്ക്കുള്ള ട്രെയിന് പോകാനായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ 3 എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ചൂട് പറ്റിയിരിക്കുക. പുറത്ത് ഭയങ്കര തണുപ്പാണ്.
നടന്ന് മറ്റോടത്തേക്ക് പോവാം. റെസ്റ്റോറൻറ്റിൻ്റെ അപ്പുറയാണ് നമുക്ക് പോകേണ്ടത്. ഫൈനലി സീറ്റിലെത്തി കേട്ടോ. വിൻഡോ സീറ്റാണ് കിട്ടിയേക്കുന്നത്. ഉറക്കം വരുന്നില്ല. ഇത് വായിക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ്. ഇത് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ വായിച്ച് തീർക്കാനുള്ള ടൈം കിട്ടിയേനെ. പക്ഷേ അറിയത്തില്ല എന്തോരം വായിക്കാൻ പറ്റും. കണ്ണൊക്കെ ചുമന്നിരിക്കണൊക്കെ ഉറക്കം വന്നിട്ട് 10:15 നമ്മൾ വാസയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വാസയിലെത്തും. ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മുടെ കിടന്ന് ഉറങ്ങി സുഖമായിട്ട്. ലഞ്ച് കഴിക്കാറായില്ല, എന്നാലും ഞാൻ വിചാരിച്ചു രാവിലെ യോഗർട്ട് മാത്രമാണല്ലോ കഴിച്ചത്. എന്നാൽ പിന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തുകൊണ്ട് എയർപോർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇവിടുത്തെ നല്ലൊരു സാലഡാണിത്. നല്ല ടേസ്റ്റ് അതിന്. വായിച്ചെടുത്തോളം നല്ലതാണ്, നല്ല മുഖം. ഈ വീഡിയോ ടു ലോങ് ആയതുകൊണ്ട് നമുക്കിവിടെ വെച്ച് നിർത്താം. ഇനി വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും അതെന്തായാലും കുറേ വിശേഷങ്ങളുണ്ടാവും. ഇത്ര ഒരാഴ്ച കൂടിയിട്ട് കാണുന്നതല്ലേ പിള്ളേരെ. അപ്പം അതും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിപ്പോവും, ഒത്തിരി ലോങ് ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.